ഈ വീഡിയോയിൽ കാണുന്നത് പിസ്റ്റന്റെ നിർമ്മാണമാണ്. അലുമിനിയം അലോയ്, ലോ കാർബൺ സ്റ്റീൽ എന്നിവയാണ് പിസ്റ്റൺ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. കൂടുതലായും കാസ്റ്റ് അലുമിനിയം അലോയാണ് ഉപയോഗിക്കുന്നത്. അലുമിനിയം, കോപ്പർ, നിക്കൽ, അയൺ, സിലിക്കൺ, മഗ്നീഷ്യം തുടങ്ങിയവയും രൂപകൽപ്പനയ്ക്ക് അനുസരിച്ച് മറ്റ് മെറ്റീരിയലുകളും കൃത്യമായ അനുപാതത്തിൽ ചേർത്താണ് പിസ്റ്റൺ നിർമ്മിക്കുന്നത്. മോൾഡിംഗ് പ്രോസസ്സിലൂടെ പിസ്റ്റന്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. ഉരുക്കിയ അലുമിനിയം അലോയ് മോൾഡ് അഥവാ മാട്രിക്സ് എന്ന പിസ്റ്റന്റെ രൂപം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് ഒഴിക്കുന്നു. തണുത്ത ശേഷം മോൾഡിന്റെ ഷേപ്പിലേക്ക് മാറിയ പിസ്റ്റൺ ലഭിക്കുന്നു. കമ്പഷൻ ചാമ്പറിൽ ഫ്യൂവൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറും ഹീറ്റും കൂടുതലായി ഏൽക്കുന്നത് പിസ്റ്റനാണ്. ആയതിനാൽ ഈ പ്രഷറും ചൂടും താങ്ങാൻ കഴിവുള്ളവയാണ് അലുമിനിയം അലോയ്. അടുത്തതായി പോകുന്നത് ലേത്ത് മെഷീനിലേക്കാണ്. ഇവിടെ വെച്ച് ടേണിംഗ് പ്രോസസ്സിലൂടെ ആവശ്യമില്ലാത്ത മെറ്റീരിയലുകൾ നീക്കം ചെയ്യുന്നു. പിന്നീട് പിസ്റ്റൺ റിങ്സുകൾ ഇടാനുള്ള ഭാഗം റിങ്സുകൾക്കനുസരിച്ച് ഈ ഭാഗത്തെ മെറ്റീരിയലുകൾ നീക്കം ചെയ്യുന്നു. പിസ്റ്റൺ പിൻ കണക്ട് ചെയ്യേണ്ട ഭാഗം പിന്നിനനുസരിച്ച് ഡ്രിൽ ചെയ്യുന്നു. പിസ്റ്റൺ പിൻ ഉപയോഗിച്ചാണ് കണക്റ്റിംഗ് റോഡിനെ പിസ്റ്റണുമായി ബന്ധിപ്പിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് പിസ്റ്റണ് ലൂബ്രിക്കേഷൻ നടക്കുന്നതിനെത്തുന്ന ഓയിലിനെ തിരികെ പിസ്റ്റൺ ഉള്ളിലൂടെ താഴേക്ക് എത്തിക്കാനുള്ള ഓയിൽ ഡ്രെയിൻ ഹോളുകളാണ്. പിസ്റ്റനെ കുറിച്ചും പിസ്റ്റൺ റിങ്സിന്റെ ഉപയോഗവും മനസ്സിലാക്കാൻ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.